കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്ത ഇറാനിയൻ ബോട്ട് മോചിപ്പിക്കാൻ ശ്രമം ആരംഭിച്ച ഇന്ത്യൻ നാവികസേന അൽഖബർ എന്ന മത്സ്യബന്ധന യാനം കടൽ കൊള്ളക്കാർ റാഞ്ചിയത് ഇന്നലെ 2 നാവികസേന കപ്പലുകളാണ് രക്ഷാപ്രവർത്തന ദൗത്യം ആരംഭിച്ചത്. ശരത് കെ ശശിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത്ത്, ഇന്നലെ വൈകിട്ടോടെയാണ് ഈ കപ്പൽ കടൽ കൊള്ളക്കാർ റാഞ്ചുന്നത്. എത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്? ആര്യ, നാവികസേന തന്നെയാണ് ഔദ്യോഗികമായി അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന ഒരു രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. ഇന്നലെ വൈകിട്ടാണ് ഇറാനിയൻ മത്സ്യബന്ധന യാനം കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്തത്. 9 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ ഇറാനിയൻ മത്സ്യബന്ധന യാനം പിടിച്ചെടുത്തത്. കൃത്യം സ്ഥലം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. യമന് അടുത്തുള്ള സൊക്കോട്ര ദ്വീപ്, അതിന്റെ 90 നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഇപ്പോൾ ഈ പിടിച്ചെടുത്തിട്ടുള്ള മത്സ്യബന്ധന യാനമുള്ളത്. അവിടേക്ക് ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളാണ് രക്ഷാ ദൗത്യത്തിനായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. മേഖലയിൽ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാവികസേന പ്രതിജ്ഞാബദ്ധമാണെന്നും അതിന്റെ ഭാഗമായാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നും നാവികസേന വക്താവ് അറിയിച്ചിട്ടുണ്ട്. ഈ തടവിലാക്കപ്പെട്ടിട്ടുള്ള മത്സ്യബന്ധന യാനത്തിൽ പാകിസ്ഥാൻ സ്വദേശികളാണെന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യം ഔദ്യോഗികമായി നിലവിൽ നാവികസേന സ്ഥിരീകരിച്ചിട്ടില്ല. വൈകാതെ തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും എന്ന ആത്മവിശ്വാസമാണ് നാവികസേന പങ്കുവയ്ക്കുന്നത്. ശരി, നാവികസേനയുടെ 2 കപ്പലുകളാണ് രക്ഷാദൗത്യത്തിലുള്ളത്. ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്.